കാണുന്നില്ലല്ലോ. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, നോമ്പ് തോറ്റു, വിശുദ്ധ ജീവിതം നയിച്ചു. നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് മാത്രമല്ലേ ജീവിച്ചത്. ഇതൊക്കെ അവിടുന്ന് കാണാതിരിക്കില്ല. ഇനി കുറച്ചുപേർ കൂടി വരാനുണ്ടല്ലോ. അവർ ഇനി വരാതിരിക്കുമോ? അതോ നമുക്ക് മുമ്പേ അവർ മണിയറയിൽ പ്രവേശിച്ചു കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. സമയമാവുന്നതേ ഉള്ളൂ. ധൈര്യമായിരിക്കും. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്ന് നാം നിരാശരാകേണ്ടി വരും. ഉറക്കം വരാതിരിപ്പാൻ പ്രിയൻ വരുന്നതുവരെ അവനെ പാടി സ്തുതിക്കാം. ആരും വന്നില്ലേ? ഞാനോർക്ക് എല്ലാവരും വന്നെന്ന്. നീ എന്തായാലും താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? ഓ, എന്തൊരു തിരക്ക. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അല്പം താമസിച്ചു. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളം വരാമെന്ന് സമ്മതിച്ചെന്നാണ് അവരുടെ ഒരു വിചാരം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണവാളം വരുമെന്നതിന് എന്താ ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെ ആകുമോ? ഇനി മണവാളൻ വരാതിരിക്കുമോ? ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനും ഫ്രണ്ട്സും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് KFC ഒക്കെ കഴിച്ച് പതുക്കെ വന്നാ മതിയായിരുന്നു. എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, നമുക്കൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടാം. എന്റെ ബ്രദർ UK വന്നപ്പോൾ കൊണ്ടുവന്ന ലേറ്റസ്റ്റ് മോഡൽ ഫോണാ. ഇതിന്റെ ഫോട്ടോയ്ക്ക് എന്നാ ക്ലാരിറ്റി ആണെന്നറിയാമോ? എല്ലാരും ഒന്ന് പോസ്റ്റ് ചെയ്തേ. ഓ, പിന്നെ അവളുടെ ഒരു പൊങ്ങച്ചം. ഇതൊക്കെ ഇവിടെ ചവറ് പോലെ കിട്ടുന്ന സാധനം. സഹോദരിമാരെ, നമുക്ക് കുറച്ചു സമയം വേദപുസ്തകം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 2 പേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. കള്ളൻ രാത്രി ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർ ചെയ്യാൻ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. ഓ, എനിക്കും. എങ്കിൽ നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ? മണവാളൻ വരുമ്പോ എഴുന്നേക്കാം. മണവാളൻ വരുമ്പോ ഞങ്ങളെ കൂടെ നിർത്തണേ. യജമാനൻ വരുന്നുവെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് തിരി കത്തിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. യജമാനൻ വരുന്നു. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുകയും. വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയുണ്ട്, എണ്ണ എടുത്തില്ല. ഞാനും മറന്നു. വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അതെ, ഞങ്ങൾ കൂടി കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. അത് കന്യകമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവം തോന്നരുതേ. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്കൂടി തന്നാൽ നിങ്ങൾക്കും അത് തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിച്ചു കൊള്ളുക. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കേണ്ടെന്ന്. അല്ല, 1-ാം തരം വെളിച്ചെണ്ണ കടയിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിലും ആർക്ക് വേണം ഇവരുടെ എണ്ണ? എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരിക്കുന്നു. വരുവിൻ, ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെയൊന്നും ആരുമില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? അയ്യോ, ഇനി നമ്മൾ എന്തു ചെയ്യും? ഞാൻ അന്നേരമേ പറഞ്ഞതാ, എണ്ണയൊക്കെ നേരത്തെ കരുതി വെക്കണമെന്ന്. കർത്താവേ, ഞങ്ങൾ എണ്ണയുമായി വന്നു, കതക് തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും നീ കാണുന്നതല്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവിന് എന്നെ അറിയില്ല. നീ വന്നേ, നമ്മൾ വിമൻസ് വെൽഫെയർ അംഗങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. കർത്താവെ, ഞങ്ങൾ സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് വിമൻസ് വെൽഫെയറിലെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണമേ. നിങ്ങളുടെ ഇടവകയെ ഞാൻ അറിയും. അവിടുത്തെ ഇടവക വികാരി സാധു അച്ഛനെ ഞാൻ അറിയും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ മാഞ്ചേന്റെ തോമസിന്റെ ഭാര്യയാണ്. മാത്രവുമല്ല 3-ാം സഭയിലെ സജീവ അംഗവുമാണ്. എന്റെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്താ പള്ളി പണിതിരിക്കുന്നത്. എന്നിട്ടും കർത്താവിനെ അറിയില്ലേ? എനിക്കും നിന്റെ മാതാപിതാക്കളെ അറിയാം. പക്ഷേ സത്യമായി ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവിന് എന്നെയും അറിയില്ല. കർത്താവെ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ മദർ തെരേസ യൂണിറ്റിന്റെ പഴയ സെക്രട്ടറി ജാനറ്റാണ്. ഞാൻ യൂണിറ്റിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എല്ലാ നോമ്പും മുടങ്ങാതെ നോക്കാറുണ്ട്. എനിക്കായി വാതിൽ തുറക്കണേ. ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ എന്നും വചനം വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. കർത്താവിന് എന്നെ അറിയില്ലേ? കർത്താവെ, എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെയും കൂടി അകത്ത് കയറ്റണേ. നീ അനേകം കാര്യങ്ങളിൽ വ്യാപൃതിയായി. എന്നാൽ വേണ്ട കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല. നീ മനുഷ്യരുടെ മുൻപിൽ വിശുദ്ധി എന്ന് നടിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും കാട്ടിക്കൂട്ടി. എന്നാൽ ഹൃദയം കൊണ്ട് നീ ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചില്ല. ഇല്ല, ഞാൻ നിന്നെ സ്വീകരിക്കുകയില്ല. കടന്നുപോകൂ. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? നിൽക്കൂ. നിങ്ങളിവിടെ എവിടെയായിരുന്നു? മറ്റു കനികമാരുടെ ഒപ്പമല്ലേ നിങ്ങളെയും വിടുതലിന് ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ പോലെ വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ ഈ ദിവസവും നാഴികയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയായിരിക്കുവാൻ ഉടനെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്ത് ഞങ്ങളെയും ചേർക്കണമേ. അഹങ്കാരവും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ജടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ ഞങ്ങളെയും അങ്ങയുടെ രാജ്യത്തിൽ അവകാശികളാക്കണമേ. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുഭവിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യ അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാധാരണ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രവർത്തിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും